നമുക്ക് നമ്മുടെ ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അത് ഒന്ന് കാണുക. അതിനുശേഷം മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ 2 ചാപ്റ്റേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണേ. ഇപ്പൊ 3ാമത്തെ ചാപ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച ആ ഒരു ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഏകദേശം ഒക്കെ വരുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. അപ്പൊ പോപ്പുലർ ലിറ്ററേച്ചർ ആണ് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പൊ ആ ഒരു ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ പോപ്പുലർ ലിറ്ററേച്ചറിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോപ്പുലർ ലിറ്ററേച്ചറിനെ ഒന്ന് ഇഴതിരിച്ച് പരിശോധിക്കാന്നൊക്കെ പറയില്ലേ. അപ്പൊ ഓരോ മേഖലകളിലും എങ്ങനെയാണ് ലിറ്ററേച്ചർ ബാധിക്കുന്നത് അല്ലെ, സൊസൈറ്റിയിൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഓരോ ജെൻഡറിലുള്ള അതായത് ഫീമെയിലുകളെ എങ്ങനെയാണ് നമ്മുടെ ഈ ലിറ്ററേച്ചറിൽ വരച്ചു വെച്ചിരിക്കുന്നത്, അവർക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് അല്ലെ, അതുപോലെ അങ്ങനെ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ ഒരു ടേമിനെ നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, എക്സ്പ്ലോറിംഗ് അക്കാദമിക് ആൻഡ് ക്രിട്ടിക്കൽ അപ്രോച്ചസ് ടു പോപ്പുലർ ലിറ്ററേച്ചർ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ, 3ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, മേജർ ലിറ്റററി അപ്രോച്ചസ് ടു പോപ്പുലർ ലിറ്ററേച്ചർ ആർ the Frankfurt School, Structuralism, Marxism and Postmodernism among others. അപ്പോൾ നമ്മുടെ ഈ പോപ്പുലർ ലിറ്ററേച്ചർ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് അതിന്റെ ഒരു അപ്രോച്ചസ്, അത് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന കുറച്ച് മേഖലകളാണ് നമ്മുടെ ഈ ഫ്രാങ്ക്ഫർട്ട് സ്കൂള്, അതുപോലെ സ്ട്രക്ചറലിസം, മാർക്സിസം ആൻഡ് പോസ്റ്റ് മോഡേണിസം. In this chapter, we will study these approaches. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഈ പോപ്പുലർ ലിറ്ററേച്ചർ ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ സ്കൂൾ ഓഫ് സ്റ്റഡീസിലാണ്, ഓരോ അപ്രോച്ചസ് ഉണ്ടല്ലോ, ഓരോ സമീപനങ്ങൾ അല്ലെ, അപ്പോൾ അതിലൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കുന്നത്. In most of traditional literary criticism, popular literature has been relegated to the margins, not considered worthy of serious study or analysis. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രഡീഷണൽ ലിറ്റററി ക്രിറ്റിസിസം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പോപ്പുലർ ലിറ്ററേച്ചറിന് എന്താണ്, അവരൊരു തരം താഴ്ത്തിക്കൊണ്ട്, അതായത് വേണ്ടത്ര ഇമ്പോർട്ടൻസ് നമ്മുടെ ഈ പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഈ ഒരു ജോണറിന്, ഈ ഒരു കാറ്റഗറിക്ക് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്തായിട്ട് ഇമ്പോർട്ടന്റ് ഇഷ്യൂസ് ഇൻ പോപ്പുലർ ലിറ്ററേച്ചർ. അപ്പൊ ഈ പോപ്പുലർ ലിറ്ററേച്ചറിന്, അതായത് ജനപ്രിയ സാഹിത്യങ്ങൾ നമ്മൾ മലയാളത്തിൽ പറയും അല്ലെ, അപ്പൊ ഈ ജനപ്രിയ സാഹിത്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് വരാത്തത്, അത് എന്തുകൊണ്ട് തരം താഴ്ത്തപ്പെട്ടു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ഇഷ്യൂസ് ഇൻ പോപ്പുലർ ലിറ്ററേച്ചർ, അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കാറ്റഗറി എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് പോപ്പുലർ ലിറ്ററേച്ചർ പ്രശ്നങ്ങളുള്ളത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അത് അഭിമുഖീകരിക്കുന്നത് നോക്കാം. The word popular has been derived from the Latin word popularis. അപ്പൊ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു ഈ പോപ്പുലർ എന്ന വാക്കൊക്കെ എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നത്, എവിടെ നിന്നാണത് ഒറിജിൻ എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ പോപ്പുലാരിസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ പോപ്പുലർ എന്നൊരു പദം നമുക്ക് കിട്ടിയത്, which means belonging to the people. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, ജനങ്ങളിലേക്ക് തന്നെ ഉള്ളത് അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് സംബന്ധിച്ചത് എന്നൊക്കെയാണ് അതിന്റെ ഒരു അർത്ഥം വരിക കേട്ടോ. According to Raymond William, popular is a political system constituted by the all people. അപ്പോൾ ഈ റെയ്മണ്ട് വില്യം എന്ന് പറയുന്ന ഈ ഒരു ചരിത്രകാരന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് എന്താണ് പറയുക, പോപ്പുലർ ഈസ് എ പൊളിറ്റിക്കൽ സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൾ പീപ്പിൾ. ഈ പോപ്പുലർ എന്ന് പറയുന്നത് ഒരു ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ ഒരു വർക്ക് അല്ലെങ്കിൽ ഈ ഒരു ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു സംഭാവന നമുക്ക് നൽകിയിട്ടുള്ളത്. പോപ്പുലർ from the point of view of people rather than from those seeking favor or power from them. അപ്പോൾ പോപ്പുലർ എന്ന് പറയുന്ന ഒരു ലിറ്ററേച്ചർ വിഭാഗത്തിനെ നമ്മൾ ആരുടെ ഭാഗത്തു നിന്നാണ് നോക്കിക്കാണേണ്ടത്, ഇതിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ഒരു റീഡേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഈ ഒരു പോപ്പുലർ എന്ന ആ ഒരു വാക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ജനതയെ അല്ലെങ്കിൽ ആ ഒരു കൂട്ടം ജനങ്ങളുടെ ഭാഗത്തു നിന്നാണ് നമ്മൾ ഈ ഒരു ലിറ്ററേച്ചറിനെ നോക്കിക്കാണേണ്ടത്. മറിച്ച് എങ്ങനെയല്ല, അതിനെ പവറായിട്ട് അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നല്ല നമ്മൾ ഈ ലിറ്ററേച്ചർ ഒരു സെക്ഷനെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇറ്റ് ഈസ് ആൻ ഇൻഫീരിയർ കൈൻഡ് ഓഫ് വർക്ക്. അപ്പൊ അദ്ദേഹം 2 സ്വഭാവ സവിശേഷതകളാണ് ഈ ഒരു പോപ്പുലർ ലിറ്ററേച്ചറിനെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഹി ഐഡന്റിഫൈസ് 2 ക്യാരക്ടറിസ്റ്റിക്സ് ട്രൈബ്സ് ഓഫ് പോപ്പുലർ കൾച്ചർ. അപ്പൊ ഈ പോപ്പുലർ കൾച്ചറിന് 2 സ്വഭാവ സവിശേഷതകൾ അദ്ദേഹം മെയിൻ ആയിട്ട് പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ്?
It is an inferior kind of work or work deliberately setting out to win. അപ്പൊ ഒന്നാമതായിട്ട് പറയുന്നത് ഈ പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു ഇൻഫീരിയർ വർക്ക്, അതായത് ഒരു താഴ്ന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു വർക്കാണ് അല്ലെങ്കിൽ ഒരു കൂട്ടം എഴുത്തുകളാണ് അല്ലേ. പിന്നെ എന്ത് പറയാം, വർക്ക് ഡെലിബറേറ്റ്ലി സെറ്റിംഗ് ഔട്ട് ടു വിൻ ഫേവർ ലൈക്ക് പോപ്പുലർ എന്റർടൈൻമെന്റ്. അതുപോലെ തന്നെ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഇത് ജയിക്കണം അല്ലെങ്കിൽ എപ്പോഴും പോപ്പുലർ ആവണം, എല്ലാവരിലേക്കും എത്തണം എന്ന രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ള കുറച്ച് സാഹിത്യങ്ങളെയാണ് നമ്മൾ ഈ പോപ്പുലർ ലിറ്ററേച്ചർ എന്ന ഗണത്തിൽ പെടുത്തുക. പിന്നെ രണ്ടാമതായിട്ട് കുറച്ചും കൂടെ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്ന ഒരു സ്വഭാവമാണ് ഇറ്റ് ഈസ് എ ഫോം ഓഫ് ലിറ്ററേച്ചർ. ഇത് ഒരു ഫോം ഓഫ് ലിറ്ററേച്ചർ ആണ്, ഇതൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കുറച്ച് ഒരു ലിറ്ററേച്ചറിന്റെ കാറ്റഗറിയാണ്. എങ്ങനെയുള്ള കാറ്റഗറിയാണ്, ദാറ്റ് ഈസ് വെൽ ലൈക്ഡ് ബൈ മെനി പീപ്പിൾ. അതായത് നമ്മൾ മറ്റേത് പറഞ്ഞതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ആളുകളെയും അല്ലെങ്കിൽ എല്ലാ മേഖലകളിലുള്ള ആളുകളും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ലിറ്ററേച്ചറിനെയാണ് നമ്മൾ പോപ്പുലർ ലിറ്ററേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർ ഇറ്റ് ഹാസ് മാസ് അപ്പീൽ. അതുപോലെ തന്നെ ഇതിന് എന്തുണ്ട്, ഒരു മാസ് അപ്പീൽ, അതായത് എല്ലാവരിലും എത്തിപ്പെടുന്നതും എല്ലാവരാലും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷത കൂടി നമ്മുടെ ഈ പോപ്പുലർ ലിറ്ററേച്ചറിന് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ആരുടെ അഭിപ്രായമാണ്, റെയ്മണ്ട് വില്യം എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കിന്റെ അഭിപ്രായമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ പോപ്പുലർ ലിറ്ററേച്ചർ എന്താണെന്ന് നമുക്കൊരു പിടിയിട്ട് കാണാം അല്ലെ. അപ്പൊ അത് ഇനി എന്തൊക്കെ മേഖലകളിലാണ് ഈ പോപ്പുലർ ലിറ്ററേച്ചർ പ്രശ്നങ്ങൾ അനുഭവിക്കുക, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് പോപ്പുലർ ആകുന്നില്ല, അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഒരു ജോണർ ഇവിടെ ഉണ്ട്, പക്ഷെ അത് എന്തൊക്കെ പ്രശ്നങ്ങളാണ്, ഇഷ്യൂസ് എന്തൊക്കെയാണ് അതിന്റെ മേഖലകളിൽ നിന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് പറയുന്നത് എന്താണ്, പോപ്പുലർ ലിറ്ററേച്ചർ ആസ് എ പാർട്ട് ഓഫ് ആൻ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി. പോപ്പുലർ ലിറ്ററേച്ചർ അതായത് ജനപ്രിയ സാഹിത്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു കാര്യമാണ് അല്ലെ. അതിപ്പോ ഫിലിം ആയാലും വർക്കുകളായാലും നമ്മുടെ ഒരു ഇൻഡസ്ട്രി, അതായത് നമ്മുടെ ഒരു വ്യവസ്ഥ, ആ ഒരു വ്യവസ്ഥയിൽ ഈ ലിറ്ററേച്ചറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പോപ്പുലർ ലിറ്ററേച്ചർ എ പാർട്ട് ഓഫ് ദ ലാർജർ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി. അപ്പൊ നമ്മുടെ ഈ ഇൻഡസ്ട്രിയുടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ലിറ്ററേച്ചറിനെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഈസ് റെഗുലേറ്റഡ് ബൈ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്, ഡിമാൻഡും സപ്ലൈയും എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു വ്യവസ്ഥയെ തന്നെ നിയന്ത്രിക്കുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ആണ് അല്ലെ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ഈ പോപ്പുലർ ലിറ്ററേച്ചറിനെയും കൺട്രോൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. വർക്ക്സ് ഓഫ് പോപ്പുലർ ഫിക്ഷൻസ് ആർ ക്ലാസിഫൈഡ് ആസ് ബെസ്റ്റ് സെല്ലേഴ്സ് അല്ലെ. അപ്പൊ നമ്മുടെ ഏറ്റവും പോപ്പുലർ ആയിട്ട്, അതായത് എല്ലാ തരത്തിലുള്ള ആളുകളും അംഗീകരിക്കുകയും വായിക്കുകയും ഒരുപാട് റീഡേഴ്സ് ഒക്കെ ചെയ്യുന്ന വർക്കിന് എന്തുണ്ടാവും, അതിനൊരു ബെസ്റ്റ് സെല്ലർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമ്മൾ പെടുത്തും അല്ലെ. ക്രിട്ടിക്സ് ആർഗ്യൂ ദ എസ്തെറ്റിക്സ് ആർ ഗവേൺഡ് ബൈ കൊമേഴ്ഷ്യൽ ഫോഴ്സസ്. അപ്പൊ പറയുന്നത് എന്താണ്, ക്രിട്ടിക്സിന്റെ അഭിപ്രായത്തിൽ എസ്തെറ്റിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൗന്ദര്യം അല്ലെ, സൗന്ദര്യപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് എസ്തെറ്റിക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ക്രിട്ടിക്സ് പറയുകയാണ് എസ്തെറ്റിക്സ് ആർ ഗവേൺഡ് ബൈ കൊമേഴ്ഷ്യൽ ഫോഴ്സസ്, അതായത് അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്, കൊമേഴ്ഷ്യൽ, അതെ, സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള വർക്കുകളൊക്കെ കൂടുതലായിട്ടും വന്ന് പോകുന്നത്. ഡൊമിനിക് സ്ട്രിനാറ്റി says that industrialization and commercialization have significant influence over works of popular culture. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം, ഡൊമിനിക് എന്താണ് സ്ട്രിനിറ്റിയുടെ അഭിപ്രായത്തിൽ ഈ പോപ്പുലർ കൾച്ചറിന് എന്തുണ്ട്, ഈ ഇൻഡസ്ട്രിയലൈസേഷനും കൊമേഴ്സ്യലൈസേഷനും ഒക്കെ ഒരുപാട് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ദ ക്രൈറ്റീരിയ ഓഫ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് മാർക്കറ്റബിലിറ്റി ടേക്ക് പ്രോസിഡൻസ് ഓവർ ക്വാളിറ്റി, ആർട്ടിസ്റ്ററി, ഇന്റഗ്രിറ്റി ആൻഡ് ഇന്റലക്ച്വൽ ചലഞ്ച്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വർക്കിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ അതിന്റെ ഒരു ആർട്ടിസ്റ്ററി അല്ലെ അതിന്റെ ഒരു ഗുണമേന്മയൊക്കെ എന്താണ് ഇന്നത്തെ കാലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറിച്ച് അതിനെ എന്താണ് പ്രൊസീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ മറികടന്ന് ഇപ്പൊ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്, പ്രോഫിറ്റബിലിറ്റി അല്ലെ, പ്രോഫിറ്റ് ലാഭത്തിനും അതുപോലെ തന്നെ മാർക്കറ്റബിലിറ്റി, മാർക്കറ്റിൽ വിറ്റുപോകുമോ എന്നൊക്കെ നോക്കുന്ന തരത്തിലേക്കാണ് നമ്മുടെ ഈ ലിറ്ററേച്ചറും ഒക്കെ നമുക്ക് വളർന്നു വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ ലിറ്ററേച്ചർ കുറച്ച് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ഏരിയയാണ് പോപ്പുലർ ലിറ്ററേച്ചർ ആസ് എ ജോണർ ഫിക്ഷൻ അല്ലെ. അതൊരു പ്രത്യേക തരമായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഒരു ഇന്ന കാറ്റഗറി എന്ന് പറഞ്ഞ് നമ്മൾ പെടുത്തിയിട്ടുണ്ട്. ജോണർ ഫിക്ഷൻ ഇൻക്ലൂഡ്സ് സയൻസ് ഫിക്ഷൻ, ഡിറ്റക്റ്റീവ് ത്രില്ലേഴ്സ് ആൻഡ് റൊമാൻസ് നോവൽസ് അല്ലെ. നമ്മൾ എല്ലാ തരത്തിലുള്ള വർക്കുകളും ഈ ഒരു പോപ്പുലർ ലിറ്ററേച്ചറിൽ പെടുത്തിയിട്ടുണ്ട്.
These works of literature are written with the intent of conforming of the norms of a specific kind of writing. അപ്പോൾ ഈ പറഞ്ഞ വർക്കുകൾക്കൊക്കെ അതിൻ്റെതായ ഒരു പ്രത്യേക മേഖലയുണ്ട് അല്ലെ, അതിനനുസരിച്ചാണ് ഈ വർക്കുകളൊക്കെ എഴുതിയിട്ടുള്ളത്. These works focus more on following the traditions of a particular genre. Ken Gilder says that generic identities determine not just what is inside the actual novel but who published it. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്, ഇത്ര അധികം ഫേമസ് ആയിട്ടുള്ള ജോണറുകൾ അല്ല, അതായത് സയൻസ് ഉണ്ട്, ഡിറ്റക്റ്റീവ് ത്രില്ലേഴ്സ് ഉണ്ട്, റൊമാൻസ് നോവൽസ് ഉണ്ട് അല്ല, അപ്പൊ ഇത്ര അധികം വർക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ പോപ്പുലർ ആണെങ്കിലും എന്തിന്റെ ബേസിലാണ്, ഒരു വർക്ക് നന്നായിട്ട് പബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ അത് പോപ്പുലർ ആയിട്ട് വരണമെങ്കിൽ ആ വർക്കിൽ എത്ര ക്വാളിറ്റി ഉണ്ടെന്നോ അല്ലെങ്കിൽ ആ വർക്കിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നോ ഒന്നും ആളുകൾക്ക് പ്രശ്നമല്ല. മോറോവർ ഇപ്പൊ അത് കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് എന്താണ്, ആരാണത് പബ്ലിഷ് ചെയ്തത് അല്ലെ, ഹൂ പബ്ലിഷ്ഡ് ഇറ്റ് and how and through what ventures it is marketed, who consumes and evaluate it and how this is done. അതുപോലെ തന്നെ ആരാണ് ഇതൊക്കെ മേടിക്കുന്നത്, എത്ര എന്തൊക്കെ മാർക്കറ്റിംഗ് അല്ലെ, അഡ്വർടൈസ്മെന്റ് ഒക്കെ, അപ്പൊ അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഒരു വർക്കിന്റെ പോപ്പുലാരിറ്റി നമ്മൾ ഇന്നത്തെ കാലത്ത് നിശ്ചയിക്കുന്നത്. അപ്പൊ ഈ പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ജോണറിൽ നമുക്ക് എന്തൊക്കെ പെടുത്താം, എല്ലാ തരത്തിലും പെടുത്തും. കാരണം അത് ആളുകൾ എങ്ങനെ അതിനെ അംഗീകരിക്കുന്നു എന്നതിലുപരി അത് ആരാണ് പബ്ലിഷ് ചെയ്തതെന്നൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, അത് എഴുതിയത് ആരാണെന്നൊന്നും അല്ല, അത് ആര് പബ്ലിഷ് ചെയ്തു, ആരൊക്കെ അത് മാർക്കറ്റിംഗ് നടത്തുന്നുണ്ട്, അതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എന്താണ് പറയുക, the idea that all popular fictions follows the same old repetitive narrative logic and lacks originality and creative vigor. അതുപോലെ തന്നെ നമ്മുടെ പോപ്പുലർ ലിറ്ററേച്ചറിന് ഉള്ളൊരു കുറവായിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു ലിറ്ററേച്ചറിന് എപ്പോഴും അതൊരു പഴയ അല്ലെങ്കിൽ ഒരു റെപ്പറ്റീഷൻ ഉള്ള ഒരു നരേറ്റീവ് സ്റ്റൈലും ലോജിക്കും അതിന്റെ ഒരു എക്സ്പ്ലനേഷനും അല്ലെ, അതിനകത്തെ ക്യാരക്ടേഴ്സും ഒക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കണ്ട് മടുത്ത കാര്യങ്ങൾ തന്നെയാണ് ഒരു എന്നുള്ളത്. അതിനകത്തൊരു ക്രിയേറ്റിവിറ്റി ഒരു ലാക്ക് അല്ലെ, അത് ക്രിയേറ്റിവിറ്റിയുടെ കുറവുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇനി അടുത്ത എന്താണ്, റൂട്ടഡ് ഇൻ ടൈം ആൻഡ് പ്ലേസ്. അപ്പോൾ ഈ പോപ്പുലർ ലിറ്ററേച്ചറിന്റെ ഈ ഒരു സമയവും അതുപോലെ എത്ര നാളത് നിലനിൽക്കുന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് പോപ്പുലർ ലിറ്ററേച്ചറിന്റെ എന്താണ് പോപ്പുലാരിറ്റി കുറയാനായിട്ടുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് അല്ലെ. എന്തൊക്കെയാണ്, the idea of the popular is rooted in a particular spatial and temporal relay. What is popular today might not have the same valence a few decades from now. What is popular in a particular culture or community might not translate well to other cultures. അപ്പൊ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ളതെന്ന് നമ്മൾ പിന്നീട് അത് പോപ്പുലർ ആണെങ്കിലും നമ്മൾ മറ്റുള്ളൊരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കൾച്ചറിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനും നമ്മൾ ശ്രമിക്കാറില്ല, അതൊരു കുറവ് തന്നെയാണ് അല്ലെ. അപ്പൊ ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വർക്കിന്റെ പോപ്പുലാരിറ്റി എവിടെ തീർന്നു, അത് എന്നൊന്നും നിലനിൽക്കുന്നില്ല. ക്രിട്ടിക്സ് ആർഗ്യൂ ദാറ്റ് പോപ്പുലർ ഫിക്ഷൻ ലാക്സ് ലോങ്ജിവിറ്റി. അതുകൊണ്ട് തന്നെ ക്രിട്ടിക്സ് എന്താണ് പറയുന്നത്, നമ്മുടെ പോപ്പുലർ ആയിട്ടുള്ള ഫിക്ഷനുകൾക്ക് ഈ പോപ്പുലർ ആയിട്ടുള്ള ലിറ്ററേച്ചറിന് എന്താണ് ദീർഘായുസ് അല്ലെ, ലോങ്ജിവിറ്റി കുറവാണെന്നാണ് പറയുന്നത് അല്ലെ. അതിപ്പോ ഇന്നത്തെ കാലഘട്ടത്തില് ഒരു വർക്ക് എഴുതി അത് വളരെ പോപ്പുലർ ആയി, ഒരുപാട് ആളുകൾ റീഡ് ചെയ്തു, ഒരുപാട് ഫാൻസിനെ ഉണ്ടാക്കി, പക്ഷെ അത് ഈ ഒരു കാലഘട്ടം കൊണ്ട് അതിന്റെ ആ ഒരു ലോങ്ജിവിറ്റി അവസാനിച്ചു, അല്ലെങ്കിൽ ആയുസ് അവിടെ തീർന്നു. അത് മറ്റൊരു കാലഘട്ടം വരും അല്ലെങ്കിൽ മറ്റൊരു ജനറേഷൻ വരും അവരിലേക്ക് അതൊന്നും എത്തിപ്പെടുത്തില്ല. അത് തന്നെയാണ് ക്രിട്ടിക്സ് നമ്മുടെ ഈ പോപ്പുലർ ലിറ്ററേച്ചർ അധപതിക്കാനുള്ള കാരണമായിട്ട് പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ് ഡസ് നോട്ട് സർവൈവ് ദ ടെസ്റ്റ് ഓഫ് ടൈം. അതുപോലെ തന്നെ അതിന് കാലത്തെ അതിജീവിക്കാനുള്ള ഒരു കഴിവ് ഇല്ലാതെ വരും അല്ലെ. അത് നമ്മൾ മറ്റൊരു ജനറേഷൻ അല്ലെങ്കിൽ മറ്റൊരു കൾച്ചറിലേക്ക് കൊണ്ടുപോകാനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യപ്പെടുന്നു, അത് ആ ഒരു കാലത്തിന്റെ കാലത്തിന്റെ അതിന്റെ എന്താണ് അതിന്റെ ഒരു മേന്മയൊക്കെ നഷ്ടപ്പെട്ട് മങ്ങി അവിടെ കിടക്കുന്നു എന്നാണ് പറയപ്പെടുക. ഓൺ ദ അതർ ഹാൻഡ് എ ക്ലാസിക്കൽ ഓർ എ കനോണിക്കൽ ടെക്സ്റ്റ് ട്രാൻസെൻഡ്സ് ടൈം ആൻഡ് സ്പേസ് ആൻഡ് ഗീവ്സ് ന്യൂ മീനിങ് ടു ദ ജനറേഷൻ ഓഫ് റീഡേഴ്സ്. പക്ഷെ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഒരു ക്ലാസിക്കൽ അല്ലെങ്കിൽ ഒരു കനോണിക്കൽ ടെക്സ്റ്റ് അല്ല, പക്ഷെ ഷേക്സ്പിയറിന്റെ പോലെ ഒരു ടെക്സ്റ്റുകൾ നമ്മൾ കനോണിക്കൽ ലിറ്ററേച്ചറിൽ നമ്മൾ പഠിച്ചു അല്ല. ഷേക്സ്പിയർ ഒക്കെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ്. പക്ഷെ ഷേക്സ്പിയറിന്റെ ഒക്കെ ടെക്സ്റ്റുകൾ നോക്കി അതൊരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന വർക്കുകളാണ് അല്ലെ. അപ്പൊ ആ ഒരു കനോണിക്കൽ ലിറ്ററേച്ചറിൽ പെടുന്ന വർക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസെൻഡ്സ് ടൈം ആൻഡ് സ്പേസ്, അത് കാലത്തെ മറികടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്, ഇറ്റ് ഗിവ്സ് എ ന്യൂ മീനിങ് ടു ദ ജനറേഷൻ ഓഫ് റീഡേഴ്സ്. അതുപോലെ തന്നെ ഷേക്സ്പിയർ ഒക്കെ ജീവിച്ച് മരിച്ച വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ജനിച്ചത്. പക്ഷെ
നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? നമ്മൾ ഷേക്സ്പിയറിന്റെ വർക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പോഴും പഠിക്കുന്നുണ്ട്. അപ്പൊ അതെന്താണ്? ആ ഒരു കനോണിക്കൽ ലിറ്ററേച്ചർ ഒന്നും ഒരിക്കലും അധപതിക്കുന്നില്ല. അതിന് എപ്പോഴും ഒരു വാല്യൂ ഉണ്ട്. അത് ബിയോണ്ട് ടൈം ആൻഡ് പ്ലേസ് ആയിട്ട് നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സം ക്രിട്ടിക്സ് കൺസിഡർ പോപ്പുലർ ലിറ്ററേച്ചർ ലാക്സ് ലോങ്ജിറ്റിവിറ്റി ആസ് ഇറ്റ്സ് സ്ട്രെങ്ത്. അപ്പോൾ കുറച്ച് ക്രിട്ടിക്സ് പറയുന്നത് നമ്മുടെ ഈ പോപ്പുലർ ലിറ്ററേച്ചർ, ജനപ്രിയം ആർജിച്ച സാഹിത്യത്തിനൊക്കെ വന്ന കുറവ് എന്താണ്? ഇറ്റ് ലാക്സ് ലോങ്ജിറ്റിവിറ്റി ആസ് ഇറ്റ്സ് സ്ട്രെങ്ത്. അതിന് ദീർഘായുസില്ല. അതായത് ഒരു കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങി പോകുന്നു, മറ്റൊരു കാലഘട്ടത്തിലേക്ക് അത് എത്തുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? റോൾ ഓഫ് ഓഡിയൻസ് റീഡർഷിപ്പ്. ഇനി ഓഡിയൻസിന്റെയും റീഡേഴ്സിന്റെയും കുറവ് എന്ത് തന്നെയാണ്? നമ്മുടെ ഈ പോപ്പുലർ ലിറ്ററേച്ചറിനെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു കാരണം തന്നെയാണ്. റീഡേഴ്സ് ആർ ഇൻവോൾവ്ഡ് ആസ് കൺസ്യൂമേഴ്സ് ആസ് വെൽ ആസ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ക്രിയേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു റീഡേഴ്സ് അല്ലെ, കറണ്ട് പോയിട്ട് അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഈ റീഡേഴ്സും എന്താണ്? റീഡേഴ്സ് ആർ ഇൻവോൾവ്ഡ് ആസ് കൺസ്യൂമേഴ്സ് ആസ് വെൽ ആസ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ക്രിയേറ്റേഴ്സ് അല്ലെ. അപ്പൊ നമ്മുടെ റീഡേഴ്സും എന്താണ്? ഈ ഒരു പോപ്പുലർ ലിറ്ററേച്ചറിനെ പോപ്പുലർ ആക്കുന്നതിന് വളരെയധികം പ്രാധാന്യം വഹിക്കുന്നുണ്ട്. ദ ക്രിയേഷൻ ഓഫ് ഫാൻഡം ഓർ ഗ്രൂപ്പ്സ് ഓഫ് ഫാൻസ് ആർ ഡിവോട്ടഡ് കൺസ്യൂമേഴ്സ് ഓഫ് സർട്ടൻ ജോണേഴ്സ്. അപ്പൊ നമ്മുടെ ഈ ഫാൻസും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വർക്കിനെ ഇഷ്ടപ്പെടുന്ന ആളുകളും ഒക്കെ എന്താണ്? അവര് ഒരു കൺസ്യൂമേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർ ആ ഒരു വർക്ക് ഓഫ്, അല്ലെങ്കിൽ ആ ഒരു കാലത്തിലെ നമ്മളിപ്പോ പബ്ലിഷ് ചെയ്തു, പോപ്പുലറായി, ആ ഒരു വർക്ക് മേടിച്ചു അല്ലെ. അവർ ജസ്റ്റ് കൺസ്യൂമേഴ്സ് എന്ന നിലയിൽ, ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ മാത്രമാണ് ആ ഒരു വർക്കിനെ കാണുന്നത് അല്ലെ. മറിച്ച് അതിനു വേണ്ടി അല്ലെങ്കിൽ അതിനെ പോപ്പുലർ ആക്കാനോ ഒന്നും അതിന്റെ റീഡേഴ്സ് ഒന്നും ശ്രമിക്കുന്നില്ല. പിന്നെ എന്താണ് പറയുന്നത്? പോപ്പുലർ ഫിക്ഷൻ ഹാസ് readerships which live through their genres, inhabiting them and claiming them. This aspect shapes our understanding of this literature as a mass meditated form, one which is equally influenced by the forces of the market and the demands of their ഡിവോട്ടഡ് ഫാൻഡംസ്. അപ്പൊ എന്താ പറയുന്നത്? നമ്മുടെ ഈ ഒരു ഇത് എന്താ പറയുക, ഈ ഒരു മാർക്കറ്റിംഗ് അല്ലെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മാർക്കറ്റിംഗ് എന്താണ്? നമ്മുടെ ഈ ഒരു പോപ്പുലർ ലിറ്ററേച്ചറിന്റെ ഡിമാൻഡ് വളരെയധികം കുറയ്ക്കുന്നു അല്ലെ. പക്ഷെ എന്ത് വേണം? എപ്പോഴും നമുക്ക് റീഡേഴ്സ് അല്ലെങ്കിൽ ആ ഒരു അവൈലബിലിറ്റി അല്ലെ, ഓഡിയൻസ് എപ്പോഴും അവൈലബിൾ ആണ് എങ്കിൽ മാത്രമാണ് നമ്മുടെ പോപ്പുലർ ലിറ്ററേച്ചർ കുറച്ചും കൂടെ ഫേമസ് ആവും, അല്ലെങ്കിൽ അതിന്റെ പോപ്പുലാരിറ്റി ഇന്നത്തെ കാലത്ത് നിലനിൽക്കുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത എന്താണ്? തിയറീസ് ഓഫ് ദ കൾച്ചർ ഇൻഡസ്ട്രി. ഇനി നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് തിയറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെ തിയറീസ് ആണ്? പോപ്പുലർ കൾച്ചർ ഇൻ മോസ്റ്റ് ട്രഡീഷണൽ റീഡിംഗ് ഈസ് അണ്ടർസ്റ്റുഡ് ആസ് ആൻ ഇൻഫീരിയർ ഡിഗ്രഡേറ്റഡ് കാറ്റഗറി വിച്ച് ക്യാൻ ഹാം പീപ്പിൾസ് ഇന്റലക്ച്വൽ കപ്പാസിറ്റി. അപ്പൊ നമ്മുടെ ഈ ഒരു പോപ്പുലർ കൾച്ചർ നമ്മുടെ എല്ലാ ട്രഡീഷൻസിലും എന്ത് ചെയ്യുന്നു? നമ്മുടെ ആളുകളുടെ ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റിയെ ഡീഗ്രേഡ് കുറച്ചു കാണുന്നു എന്നാണ് പറയുന്നത്. ഇൻ കൾച്ചർ ആൻഡ് അനാർക്കി, Arnold wrote that culture, which included the writings of canonical authors like John Milton and William Shakespeare, would educate and enlighten people, while popular fiction written for mass consumption was responsible for England social decay. അപ്പൊ പറയുന്നത് എന്താണ്? നമ്മുടെ ഷേക്സ്പിയറിന്റെ വർക്കുകൾ, അതുപോലെ തന്നെ ജോൺ മിൽട്ടന്റെ ഒക്കെ വർക്കുകൾ എങ്ങനെയായിരുന്നു? അവര് ഒരു ജനതയെ എൻലൈറ്റൻ ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ജനതയെ ഒരു പുത്തൊരു ഉണർവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രദ്ധിച്ചിട്ടുള്ളത് അല്ലെ. പക്ഷെ അവരുടെ വർക്കുകൾ പക്ഷെ അതുപോലെ തന്നെ ആ ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ട് എൻലൈറ്റൻ, അതായത് അവരെ ഒന്ന് ഉത്ബോധിപ്പിക്കുക അല്ലെങ്കിൽ അവർക്കൊരു ഉണർവ് കൊടുക്കുക എന്ന രീതിയിലാണ് അവർ വർക്ക് എഴുതിയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഇന്നത്തെ ലിറ്ററേച്ചർ എന്താണ്? ഈ പോപ്പുലർ ലിറ്ററേച്ചർ ഒക്കെ ഓൺലി എന്താണ്? അവരൊരു മാസ് കൺസെപ്ഷൻ ആണ് അല്ലെ. ജനങ്ങൾക്ക് ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നു. പിന്നീട് ഒരു ആവശ്യത്തിനും ആ ഒരു ലിറ്ററേച്ചറിനെ അവരൊന്നും ഒരു എന്താണ്, അവർക്കൊരു ഉപയോഗം അല്ലെങ്കിൽ ഒരു യൂസ് ഉണ്ടാവുന്നില്ല നമുക്ക് പറയാം അല്ലെ. അതുകൊണ്ട് എന്താണ് പറയുന്നത്? വാസ് റെസ്പോൺസിബിൾ ഫോർ ഇംഗ്ലണ്ട്സ് സോഷ്യൽ ഡീക്കേ. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു ലിറ്ററേച്ചർ ഒന്നും അത്ര കാര്യമായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് അവിടെ ഒരു സൊസൈറ്റിയിൽ ഒരു ഡീക്കേ, അതായത് ഒരു നാശം, ഒരു നാശ സ്വഭാവം പോലെ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ദിസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ ആസ് എ ലോ ഫോം ഓഫ് ആർട്ട് കണ്ടിന്യൂഡ് ഇൻ ടു ദ മിഡിൽ ഓഫ് ദ 20th century and culminated in the Frankfurt School of Theories about the culture industry. അപ്പൊ ആ ഒരു സ്വഭാവം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫ്രാങ്ക്ഫർട്ട് സ്കൂളിലേക്കും ഒരു 20th മിഡിലൊക്കെ, 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലൊക്കെ കണ്ടുവരുന്നത്. അപ്പൊ ലിറ്ററേച്ചർ എന്താണ്? കാലഘട്ടത്തിൽ വന്നു, അത് ആ ഒരു കാലഘട്ടം കൊണ്ട് തീർന്നു, പിന്നീട് അതിന്റെ ഒരു പ്രാധാന്യം ഒന്നും ഇല്ലാതിരിക്കുക, അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത്.
The Frankfurt School theory is propounded by the Frankfurt Institute for Social Research, founded in 1923 by a group of Jewish German intellectuals. അപ്പോൾ ആരാണത്? ഈ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഓഫ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഫ്രാങ്ക്ഫർട്ട് തിയറീസ് ഒക്കെ ഫൗണ്ട് ചെയ്തത് ആരാണെന്ന് ആ ഒരു ഇയറും വർഷമൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ജർമ്മൻ ജൂയിഷ് ആണ് അദ്ദേഹത്തിന്റെ ഡേറ്റ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ആരാണ്? അവരുടെ പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? ദ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ക്രിട്ടിസൈസ് എൻലൈറ്റ്മെന്റ്, ദ ഇന്റലക്ച്വൽ മൂവ്മെന്റ് ഓഫ് ദ ലേറ്റ് 19th and 17th century, which sought to comprehend the world through human reason and rationality. അപ്പൊ മനുഷ്യന്റെ ഒരു റീസണിങ് ഒക്കെ ചോദ്യം ചെയ്ത ഒരു സ്കൂൾ ഓഫ് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ എന്ന് പറയുന്നത് കേട്ടോ. ദ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ബിലീവ് ദാറ്റ് എൻലൈറ്റ്മെന്റ് മൂവ്മെന്റ് ഹാഡ് ലക്ഷ്യത്തിലേക്കൊക്കെ ഇവരുടെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം നശിപ്പിച്ചു കളയും എന്നാണ് ഇവർ പറയുന്നത്. ടേണിംഗ് ഇൻ ടു എ നൈറ്റ്മെയർ വിച്ച് കൺസ്ട്രക്റ്റഡ് ഹ്യൂമൻ ഫ്രീഡം, അതുപോലെ തന്നെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയൊക്കെ നശിപ്പിച്ചു കളയുന്ന ഒരു പേടി സ്വപ്നമായിട്ട് ഇതൊക്കെ നിലനിൽക്കും എന്നതാണ് നമ്മുടെ ഈ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഓഫ് തിയറിയുടെ അഭിപ്രായം. ഓക്കെ, ഇനി അടുത്തൊന്ന് നോക്കി. They argued that all products of popular culture, including literature, music and movies, were part of a culture industry. നമ്മുടെ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ലിറ്ററേച്ചറും മ്യൂസിക്കും മൂവീസും ഒക്കെ. അല്ല, അതൊക്കെ ഇപ്പം നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. വേറെ വർക്ക് ഓഫ് ആർട്ട് ഹാസ് നോ ഓട്ടോണമി ആൻഡ് ഇറ്റ് ഈസ് കമ്മ്യൂണിറ്റി ടു ബി ബൗട്ട് ആൻഡ് സോൾഡ് ഇൻ ദ മാർക്കറ്റ്. പക്ഷെ അത് എങ്ങനെയായിട്ടുണ്ട്? ഒരു ഓട്ടോണമിയാണ് അല്ലെ, സ്വയംഭരണമാണ്. അതിന് ഒരു എന്താണ്? വേറെ വർക്ക് ഹാവ് നോ ഓട്ടോണമി, ഒരു സ്വയംഭരണമില്ല. അത് എപ്പോഴും വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റും, എപ്പോഴും വേണമെങ്കിലും വിൽക്കാൻ പറ്റും. അങ്ങനെ ഒരു കമ്മോഡിറ്റി, ഒരു സാധനമായിട്ട് ഈ വർക്കും മ്യൂസിക്കും മൂവീസും ഒക്കെ ഇന്ന് മാറിയിട്ടുണ്ട്. അതായത് അതിന് പണ്ടത്തെ പോലെ ഒരു ക്വാളിറ്റി ഇല്ല, അതിന്റെ ഒരു ജെന്യുവിനിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇവരുടെ അഭിപ്രായം. ഓക്കെ, പിന്നെ പറയുന്നതാണ് ഹി റൈറ്റ്സ് ദ പവർ ഓഫ് ദ കൾച്ചർ ഇൻഡസ്ട്രി ഐഡിയോളജി ഈസ് സച്ച് ദാറ്റ് കൺഫോമിറ്റി ഹാസ് റീപ്ലേസ്ഡ് കോൺഷ്യസ്നസ്. അപ്പോൾ എന്താണ് നമ്മുടെ ഒരു സ്വബോധം അല്ലെങ്കിൽ ഒരു പോപ്പുലർ ലിറ്ററേച്ചറിനൊക്കെ അംഗീകരിച്ച അതിനു വേണ്ടിയിട്ട് ഒന്ന് പോപ്പുലർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ് ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പറയുന്നു? ഈ ഫ്രാങ്ക്ഫർട്ട് സ്കൂള് ഈ എൻലൈറ്റ്മെന്റിനെയൊക്കെ അവർ എതിർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് മനുഷ്യനുള്ള ഒരു ഉന്മേഷം, ഒരു ഉദ്ബോധനം ഒക്കെ കൊടുക്കുന്നതിനെ അവർ എതിർക്കുകയാണ് ചെയ്യുന്നത്. These are criticism against the Frankfurt School's theory. അപ്പോൾ ഈ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിന്റെ ഐഡിയാസ് ഇതൊക്കെയാണ്. The school overlooked the heterogeneity of popular culture and the need of desire of its audience as readers. അപ്പോൾ ഈ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ റീഡേഴ്സിന് ഡിസയേഴ്സിനും അതുപോലെ തന്നെ അവരുടെ ഒരു വൈവിധ്യത്തിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇറ്റ് അസ്യൂംസ് ദാറ്റ് ഓൾ ഫോംസ് ഓഫ് പോപ്പുലർ കൾച്ചർ ആർ സിമിലർ ദാറ്റ് therefore റിഗ്രസ്ഡ് നേച്ചർ ബിസൈഡ്സ്. അപ്പൊ അവർ പറയുന്നത് നമ്മുടെ ഈ പോപ്പുലർ ലിറ്ററേച്ചർ എന്താണ് കുറച്ചും കൂടെ പോപ്പുലർ ആയിട്ട് എന്ന് നിലനിൽക്കണമെങ്കിൽ ഓഡിയൻസ് ആൻഡ് റീഡേഴ്സ് ഈസ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നോക്കിക്കേ, റെഡീമിങ് പോപ്പുലർ ലിറ്ററേച്ചർ. നമ്മൾ പോപ്പുലർ ലിറ്ററേച്ചർ വീണ്ടെടുക്കുകയാണ് അല്ലെ. ഇത്രയും നാളെ നമ്മൾ പറഞ്ഞത് പോപ്പുലർ ലിറ്ററേച്ചറിന്റെ കുറച്ച് വീഴ്ചകൾ അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അത് നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അത് ഇല്ലാതായി പോകുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റെഡീമിങ് പോപ്പുലർ ലിറ്ററേച്ചർ ആണ് കേട്ടോ. അതായത് പോപ്പുലർ ലിറ്ററേച്ചറിനെ നമ്മൾ വീണ്ടെടുക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ്? ഡിസ്കസ് ബിലോ ആർ ഡിഫറെന്റ് സ്കൂൾ ഓഫ് തോട്ട് ആൻഡ് ഹൗ ദേ അനലൈസ് പോപ്പുലർ ലിറ്ററേച്ചർ. പോപ്പുലർ ലിറ്ററേച്ചർ ഏതൊക്കെ വഴി നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളോട് പറയുന്നത് ജെൻഡർ ആൻഡ് പോപ്പുലർ ലിറ്ററേച്ചറിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ സ്ത്രീകളെ കുറിച്ച് നമ്മുടെ ലിറ്ററേച്ചറിൽ എങ്ങനെയൊക്കെ നമുക്ക് പോർട്രേ ചെയ്തിട്ടുണ്ട്, അത് ഒരു പരിധി വരെ ഈ ഒരു ലിറ്ററേച്ചർ നശിക്കാനായിട്ട് കാരണമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതിങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, ഈ ഒരു ലിറ്ററേച്ചറെ നമുക്ക് എങ്ങനെ വീണ്ടെടുക്കാം എന്ന് നമ്മളോട് എന്താണ് ഫെമിനിസ്റ്റ് തിയറി argues that there is lack of representation of women and female experience in popular literature. Okay,
അപ്പൊ നമ്മുടെ വുമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ വുമൻസിനൊന്നും അത്രയധികം ഇമ്പോർട്ടൻസ് ഒന്നും നമ്മുടെ ഈ പോപ്പുലർ ലിറ്ററേച്ചറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ വുമൻസിനെ എങ്ങനെയായിരുന്നു? സംടൈംസ് വുമൺ ഫൈൻഡ് റെപ്രസെന്റേഷൻ ഇൻ ദ ഫോം ഓഫ് എ ആക്ടന്റ് സ്റ്റീരിയോടൈപ്പ്. ഓക്കെ, കറണ്ട് ഞാൻ വെച്ച് നിർത്താം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു പോപ്പുലർ ലിറ്ററേച്ചറിനെ കൂടെ നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോ ഈ ലാസ്റ്റ് ഒരു സെക്ഷനും കൂടെ ഉള്ളു കേട്ടോ. എന്താണ് പോപ്പുലർ ലിറ്ററേച്ചറിനെ തിരിച്ചെടുക്കാനുള്ള കുറച്ച് റീസണും കൂടെയാണ് പറയുന്നത് അല്ലെ. അതിന്റെ നാശത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് നശിച്ചു പോയത്, അല്ലെങ്കിൽ പല പല റീസൺ കൊണ്ടാണ് നമ്മൾ പറഞ്ഞു അല്ലെ. സമയം, കാലം, റീഡേഴ്സ്, ഓഡിയൻസ് ഒക്കെ നമ്മൾ നോക്കി അല്ലെ. ഇനി അവസാനമായിട്ട് നമുക്ക് ഒരു സെക്ഷനും കൂടെ ഉള്ളൂ, അതായത് എങ്ങനെയാണ് റെഡീം ചെയ്യുക, അതെങ്ങനെയാണ് വീണ്ടെടുക്കുന്നതിനെ കുറിച്ചും, അതുപോലെ തന്നെ വുമൻസിന്റെ റോള് എങ്ങനെയാണ് പോപ്പുലർ ലിറ്ററേച്ചറിൽ വന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് കേട്ടോ. അത് ഞാൻ നാളത്തെ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കുക. ഓക്കെ, കറണ്ട് പോയതുകൊണ്ടാണ്, കാരണം വെട്ടമില്ല, നല്ല മഴയും ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നാളത്തെ ക്ലാസ്സിൽ കാണാം. താങ്ക് യു.